കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് RSS സംഘപരിവാറും കശാപ്പ് ചെയ്യാറുള്ളത്. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് പുസ്തകം വായിക്കണം, ആരുമായി സൗഹൃദം പങ്കിടണം എന്നീ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ കേരളത്തിലെ RSS വേറെ തന്നെ ഒരു സംഘടനയല്ല, ഇന്ത്യയിലെ RSSൻ്റെ ഭാഗമാണ്. കേരളത്തിലത് കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് CPIM പ്രവർത്തിക്കുന്നവരെയാണ് ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമത്തെ ഒരു പരിച പോലെ ചെറുക്കുന്നത് CPIM ആണ്. CPIM അതിശക്തമായ ആശയപ്രചരണം ഏത് മതവർഗീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ അതിനെതിരെ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ അണിനിരത്തുന്നു. അപ്പോൾ നേരിട്ട് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ തടസ്സം ഒരു പരിച പോലെ അതിനെ ചെറുത്ത് നിൽക്കുന്ന CPIM ആണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വെട്ട് കേരളത്തിൽ ആദ്യം കൊള്ളുന്നത് CPIM-നാണ്. കാരണം CPIM എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. ഇത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ CPIM ദുർബലപ്പെട്ടിരുന്നെങ്കിൽ ഏറ്റവും അധികം RSS വകവരുത്തുക മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ്.